നിന്നെ ഉയരത്തിലേക്ക് പറക്കാൻ പഠിപ്പിക്കുന്നവനാണ് യഥാർത്ഥ പ്രവാചകൻ. അല്ലാതെ നിനക്ക് ദൈവം പുഴുക്കളെ വെച്ചിരിക്കുന്നു, നിനക്കൊരു വീട് വെക്കുന്നു, നീ ഒരു കാറ് വാങ്ങിക്കുന്നു, നീ ഒരു ജോലി, നിനക്കൊരു ഉന്നമനം കാണുന്നു, എന്ത് കണ്ടാലും ഇതെല്ലാം പുഴുക്കളാണെന്ന് മനസ്സിലാക്കണം. അതിക്കുള്ളൊന്നുമില്ല. പക്ഷേ an eagle is born to fly and an eagle can fly high. പ്രോബ്ലം എന്താണ്? വീണ്ടും ജനിച്ചിട്ടും ആത്മാവിനാൽ ജനിച്ചിട്ടും ആത്മാവിൻ്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവുണ്ടാകാതെ വീണ്ടും വീണ്ടും താഴെ കിടന്ന് കൈവിരലിട്ട് മണ്ണ് സ്ക്രാച്ച് ചെയ്ത് മണ്ണിനോടുള്ള അഫിനിറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കിന്ന് ആത്മാവിൻ്റെ ജീവിതം അസാധ്യമാണെന്ന് തോന്നുന്നത്. ഈ കഴുകൻ കുഞ്ഞ് പറഞ്ഞതുപോലെ എൻ്റെ അമ്മ നടന്നില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരും സഹോദരിമാരും എല്ലാം അവരാർക്കും പറക്കാൻ പറ്റുന്നില്ല, അവരെല്ലാം പുഴുവിനെ തിന്നാണ് ജീവിക്കുന്നത്, പിന്നെ ഞാനെങ്ങനെ ഈ ആത്മാവിൻ്റെ ജീവിതം ജീവിക്കുന്നത്? അവരല്ല നിങ്ങൾ. ആദാമ്യ പ്രകൃതിയിലല്ല നമ്മളിപ്പോൾ ജീവിക്കേണ്ടത്, ആത്മാവിൻ്റെ പ്രകൃതത്തിലാണ് ജീവിക്കേണ്ടത്. വി നീഡ് ടു സീ ദാറ്റ് വി ആർ ഫ്ലൈയിങ് ഹൈ. അതിന് നിങ്ങൾക്ക് കഴിവുണ്ട്. എന്തുകൊണ്ട്? ബിക്കോസ് യു ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. അതുകൊണ്ട് ആത്മാവിൽ ജനിച്ചവന് മാത്രമേ ഗിരിപ്രഭാഷണത്തിലെ ആത്മാവിൽ ജനിച്ച യേശു പറഞ്ഞ യേശുവിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പറ്റത്തില്ല. അല്ലാത്തവർക്ക് ഇത് വായിച്ചു കഴിഞ്ഞാൽ വട്ടുപിടിക്കാൻ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ എന്ന നിലയിൽ, ആദാമ്യ പ്രകൃതിയിൽ ജീവിക്കുന്നവൻ എന്ന നിലയിൽ നമുക്ക് കടുത്ത നിരാശ ഉണ്ടാകണം. എനിക്കിത് കഴിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ബിക്കോസ് ഐ എം ബോൺ ഓഫ് ദ ഫ്ലഷ്. ബട്ട് ഞാൻ അങ്ങനെ പോകേണ്ടവനല്ല, ഞാൻ പുഴുക്കളെ തിന്ന് ജീവിക്കേണ്ടവനല്ല. എനിക്ക് ഉയരത്തിലേക്ക് പറക്കുവാൻ ആവശ്യമായ ശക്തി ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു ജന്മമുണ്ട്. ഐ എം ബോൺ അഗെയിൻ, ഐ എം എ ന്യൂ ക്രിയേഷൻ. ഞാനൊരു പുതിയ ജീവിയാണ്, ഞാനൊരു പുതിയ മനുഷ്യനാണ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഇതാ പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, സകലതും പുതുതായിരിക്കുന്നു. പുതിയ ജീവിതം ജീവിക്കുവാൻ കർത്താവ് എനിക്ക് ഒരു വലിയ അനുഭവം തന്നിരിക്കുകയാണ്. വലിയ ഒരു ശക്തി എന്നിലേക്ക് പകർന്നിരിക്കുകയാണ്. മാനുഷികമായി നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും താഴെ ഏറ്റവും വി ആർ റിയലി പുവർ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആ ദാരിദ്ര്യത്തിൻ്റെ തിരിച്ചറിവുണ്ടാവുകയാണ്. സ്വന്തം കഴിവുകൊണ്ട് നമുക്കിതൊരിക്കലും കഴിയുകയില്ല. എന്നാൽ ഇത് അസാധ്യവുമല്ല. എന്തുകൊണ്ട് അസാധ്യമല്ല? ബിക്കോസ് വി ആർ ബോൺ ഓഫ് ദ സ്പിരിറ്റ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിരാശയിൽ നിന്ന്, ശരിക്കും ഒരു നിരാശയുടെ അനുഭവമാണ് ആത്മാവിൽ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു നിരാശയുടെ അവസ്ഥയാണ്. അവിടെ നിന്നാണ് ഉയിർപ്പുണ്ടാകേണ്ടത്, അവിടെ നിന്നാണ് നമുക്ക് ആശ്രയം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇവിടെ ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഏതാണ്? വെൻ ഐ സീ ദാറ്റ് ഐ എം പുവർ, ഐ ഡിപ്പെൻഡ് അപ്പോൺ ദ ലോർഡ്. ഞാൻ ദരിദ്രനാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പഠിക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നത്. കാരണം ധനികനായ ഒരു വ്യക്തിയും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ ഒരിക്കലും ആശ്രയിക്കത്തില്ല. ധനികൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മണി ദാറ്റ് മാറ്റേഴ്സ്. ഇഫ് ഐ ഫീൽ ഐ എം റിച്ച്, യു നോ വാട്ട് ഹാപ്പൻസ്? ഐ വിൽ നെവർ ഡിപ്പെൻഡ് അപ്പോൺ ഗാഡ്. ഞാൻ റിച്ച് ആണെന്ന്, ഞാൻ റൈച്ചസ് ആണെന്ന്, ഞാൻ നീതിയുള്ളവനാണെന്ന്, ഞാൻ കഴിവുള്ളവനാണെന്ന്, ഞാൻ സ്വയമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരാളും എന്ത് ചെയ്യത്തില്ല? ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. അതുകൊണ്ട് ഈവൻ ഇൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ് നമ്മൾ വായിക്കുമ്പോഴെല്ലാം അവിടെ കാണുന്നത്, നമ്മൾ 34 സങ്കീർത്തനം 6-ാം വാക്യത്തിൽ ഈ എളിയവൻ നിലവിളിച്ചു. എബിയോൺ, എളിയവൻ. എളിയവൻ എന്നുള്ള വാക്കിന് തുല്യമായ ഒരു വാക്കാണ് ഇവിടെ ടാക്കോസ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത അത് ഒരു അട്ട പോവർട്ടിയാണ്, അല്ലാതെ വേറെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്, ടോട്ടലായിട്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് പിന്നീട് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം. എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, തുടക്കം തന്നെ ദ കിങ്ഡം ഈസ് പോവർട്ടി, ഇറ്റ് ഈസ് നോട്ട് പൊസഷൻ. ലോകം പറയുന്നത് എന്താണ്? പൊസഷനാണ് ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നു. ബട്ട് ജീസസ് സേയ്സ് പോവർട്ടി ഈസ് ദ ബ്ലെസ്സഡ്നെസ്.
അതുപോലെ ഈ ഒരു സെൻസ് ഓഫ് ആബ്സല്യൂട്ട് ഫ്യൂട്ടിലിറ്റി, എന്താണ്, ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ്. അനുഗ്രഹത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ തിരിച്ചറിവിൽ നിന്നാണ്. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. യോനായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും യോനായുടെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. യോനായുടെ പുസ്തകത്തിൽ യോന ദൈവവുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. എന്നാൽ ആ ക്ലോസ് അസോസിയേഷൻ തന്നെ ഇവനെ എന്ത് ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഒടുവിൽ ദൈവം എന്ത് ചെയ്യുന്നു, അവനെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചൊടിച്ച് മടക്കി ഒതുക്കുകയാണെങ്കിലും എന്താണെങ്കിലും അവനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ ആക്കുകയാണ്. ജോന ചാപ്റ്റർ 2 അവിടെ കാണുന്നത്, അവൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ ചെന്നെന്ന് തന്നെയല്ല, അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുന്ന. അതായത് ഹി വാസ് സീയിങ് ഡെത്ത് ഫേസ് ടു ഫേസ്. അവൻ മരണത്തെ എന്ത് ചെയ്യുകയാണ്, മുഖാമുഖം കാണുകയാണ്. ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക്. അതൊരു ഒരു വലിയ ഒരു പ്രത്യേകതയാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന് ആ അവസ്ഥയിലേക്ക് വരത്തില്ലായിരുന്നേനെ. പക്ഷേ ഇവിടെ എന്താണ്, അവനൊരു ഒരു പ്രധാനമായ ഒരു തിരിച്ചറിവുണ്ടായാണ്, ഇനി എനിക്ക് യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയും ഇല്ല. അങ്ങനെ ജോന, ബുക്ക് ഓഫ് ജോന അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ വേഴ്സ് 2, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. 3-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിൻ്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി, നിൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എങ്കിലും എന്നല്ല ശരിക്കും അതിൻ്റെ ഫ്രേസ്. ഹീബ്രുവിൽ ഒരു അൺസർട്ടൻ വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിൻ്റെ ഓളങ്ങളും തിരമാലകളും. അതുതന്നെ യോനയുടെ ഒരു വലിയൊരു തിരിച്ചറിവാണ്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാത്താൻ ചെയ്തതാണെന്നല്ല, ആര് ചെയ്തതാണ്, ദൈവം ചെയ്തതാണെന്നാണ്. അപ്പോൾ അവന് മനസ്സിലായി എന്താണ്, എന്നെ ഈ ദാരിദ്ര്യ അവസ്ഥയിൽ, എന്നെ ഈ നിരാശയുടെ കയത്തിലേക്ക് തള്ളിയിട്ടത് ആരാണ്, ദൈവമാണ്. നമ്മുടെയൊക്കെ വലിയ പ്രശ്നം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പറയുന്നത് സാത്താൻ കൊണ്ടുവന്നതാണെന്നാണ്. അതുകൊണ്ട് സാത്താൻ കൊണ്ടുവന്നതായതുകൊണ്ട് നമ്മൾ പിന്നെ 3 ദിവസം ഉപവാസം ഇരുന്ന് അതിനെ എടുത്തു കളയാനായിട്ട് പരിശ്രമിക്കും. പക്ഷേ എടുത്തു കളയാനല്ല ദൈവം ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ് ശരി. കാര്യം ദൈവം നമ്മളൊരു പാഠം പഠിപ്പിക്കാനായിട്ട് നമ്മളെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ കൊണ്ടുവന്നതായിരിക്കും. പക്ഷേ അത് നമ്മൾ പഠിക്കത്തില്ല. നമ്മളെന്ത് ചെയ്യുന്ന, നമ്മളെന്താ, ദൈവം കൊണ്ടുവന്ന കാര്യം ആര് കൊണ്ടുവന്നാന്ന് പറയും, സാത്താൻ കൊണ്ടുവന്നാന്ന് പറയും. പക്ഷേ യോനയുടെ ഒരു ഗുണം, നിൻ്റെ ഓളങ്ങളും തിരകളും എന്നെ മൂടിയെന്നാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്കിനി രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗ്ഗവും ഒന്നുമില്ല. എങ്കിലും എന്നല്ല അവിടുത്തെ, ഹൗ ഷാൽ ഐ ലുക്ക്, എങ്കിലും ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നല്ല, എനിക്ക് എങ്ങനെ നിൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി നോക്കാൻ പറ്റും, കാരണം നിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നു പോയിരിക്കുന്നു. ഇവൻ ഒളിച്ചോടി പോകുമ്പോഴും ദൈവം അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് ദൈവവുമായിട്ടുള്ളവൻ്റെ കമ്മ്യൂണിക്കേഷൻ പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ മരണത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകുകയാണ്. വേഴ്സ് 7 പറയുന്നത്, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു, എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കൽ എത്തി. ഐ ഫെയിൻറ്റഡ്. അവൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അവൻ എന്താണ്, അവൻ ഫെയിൻറ്റഡ് ആയിപ്പോയി. അപ്പോൾ അതായത് അവൻ്റെ പ്രതീക്ഷയുടെ എല്ലാ അവസ്ഥകളും താഴെ പാതാളത്തിൽ അവൻ കിടക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ അവിടെ വെച്ചാണ് കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. അവിടെ വെച്ചാണ് അവന് ദൈവത്തിലേക്കുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നത്. പല സമയത്തും നമുക്ക് നമ്മിലുള്ള സകല പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോഴേ നമ്മൾ ദൈവവുമായിട്ടുള്ള കൃത്യതയുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരുന്നുള്ളൂ. ഹോളി ലിവിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാനുള്ള ഒരു കാര്യമുണ്ട്. പാതാളത്തിൽ കിടക്കുന്നവൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട യോനായ്ക്ക് എന്ത് ചെയ്യുകയാണ്, ഒരു പുതിയ ജീവൻ ലഭിക്കുന്നത് പോലെ ഹോളി ലൈഫ് ബിഗിൻസ് ഫ്രം മൈ സെമിട്രി. എൻ്റെ ശവകുടീരത്തിൽ നിന്ന് മാത്രമേ വാസ്തവത്തിൽ എന്തുണ്ടാകുന്നുള്ളൂ, ഒരു വിശുദ്ധ ജീവിതം ശരിക്കും സംഭവിക്കുന്നുള്ളൂ. എന്നിൽ എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ഞാൻ തന്നെ പരിശ്രമിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. ഞാൻ തന്നെ പരിശ്രമിച്ച് നന്മ ചെയ്യാൻ നോക്കും. ഞാൻ തന്നെ പരിശ്രമിച്ച് നല്ലവനാകാൻ നോക്കും. പറ്റത്തില്ല. ഞാൻ എന്നിൽ തന്നെ എൻ്റെ പ്രാണൻ ക്ഷയിക്കുന്ന ഒരു സ്റ്റേജിൽ. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. എന്താ?
അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കും, അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അതായത് മിക്കപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കത്തില്ല. ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും നിരാശ തോന്നുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്നതായ ഒരു സ്റ്റേജ്. അങ്ങനൊരു സ്റ്റേജിലാണ് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയത്തിന് സഹായകരമാകുന്നു എന്നതുകൊണ്ടാണ് ദാരിദ്ര്യം ഒരു ഭാഗ്യാവസ്ഥയാകുന്നത്. അല്ലാതെ നാച്ചുറലി പുവർ ആണെന്ന് പറയുന്നത് ഒരു ഭാഗ്യാവസ്ഥയല്ല. ആണോ? അല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുന്നത് ഒരു ഭാഗ്യാവസ്ഥയാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിൽ ആശ്രയിക്കത്തുള്ളൂ. നമ്മൾ മനുഷ്യരല്ലയോ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അതിൽ പിടിച്ചുകൊണ്ട് കിടക്കും. അപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയണം. കാര്യം അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ദൈവാശ്രയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഞാൻ പറയാറുള്ള ഉദാഹരണമുണ്ട്. ഗാഡ് ഈസ് നോട്ട് ജസ്റ്റ് എ വാക്കിംഗ് സ്റ്റിക്ക്. വാക്കിംഗ് സ്റ്റിക്കിൻ്റെ പ്രത്യേകത എനിക്ക് നടക്കാം, പിന്നെ ഒരു സഹായം കൂടെ, ഒരു താങ്ങൂടെ ആകട്ടെ എന്നുള്ളതാണ് വാക്കിംഗ് സ്റ്റിക്ക്. പക്ഷേ ദൈവാശ്രയം എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല, ഒരു സ്ട്രെച്ചറിലേക്ക് ചെന്ന് വീഴുന്നതാണ്. സ്ട്രെച്ചറിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താ? അവൻ ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? എടുക്കണം. ഇതുപോലെ ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ ചെന്ന് വീഴണം. അങ്ങനെ വീഴണമെങ്കിൽ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടണം. We need to abandon ourselves into the hands of God. And I am sure that He will never abandon us to somebody else's hands. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കണം. എറിഞ്ഞു കൊടുക്കണമെങ്കിൽ എനിക്ക് ഒരു കച്ചിത്തുരുമ്പ് പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല. പൂർണ്ണമായ ദാരിദ്ര്യം എനിക്ക് ഫീൽ ചെയ്യണം. എനിക്ക് യാതൊരു പ്രതീക്ഷയും, മാനുഷികമായ നിലയിലുള്ള എൻ്റെ സകല പ്രതീക്ഷകളും തകരണം. അപ്പോഴാണ് ദൈവാശ്രയത്തിലേക്ക് ഞാൻ വളരുന്നതും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലുമായിട്ട് പരന്നു കിടക്കുന്ന ഒരു വേദഭാഗമാണ് ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പലതും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ യേശു തൻ്റെ വചനത്തെ പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ അത് തീരുന്ന സമയത്ത് കർത്താവ് പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകുന്നു. അതുകൊണ്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അടിസ്ഥാന വചനം എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. എന്നാൽ അതേസമയം നമ്മൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുവാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ നമ്മൾ ഈ ഗിരിപ്രഭാഷണത്തെ കാണാനായിട്ട് കഴിയത്തില്ല. കാരണം ഇത് പ്രധാനമായും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ശിഷ്യന്മാരോടാണ്. ശിഷ്യന്മാർക്ക് മാത്രം അനുസരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാതെ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി എത്ര പരിശ്രമിച്ചാലും ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ അയാൾക്ക് പറ്റത്തില്ല. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആത്മാവിൻ്റെ ഈ ജീവിതം ജീവിക്കണമെങ്കിൽ ആത്മാവിൽ ജനിച്ചവന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അതായത് യേശുവിൻ്റെ ശിഷ്യനാകാത്ത ഒരു വ്യക്തിക്ക്, വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിക്ക്, ഉയരത്തിൽ നിന്നുള്ള ജനനം പ്രാപിച്ചിട്ടില്ലാത്തൊരു വ്യക്തിക്ക് ഈ ഗിരിപ്രഭാഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഇതനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് നടക്കത്തില്ല. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ പറഞ്ഞ ഒരു കാര്യം, യേശുവിൻ്റെ ഉപദേശങ്ങളിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. യേശുവിനെ അറിയാതെ യേശുവിൻ്റെ ഉപദേശം പഠിച്ചിട്ട് കാര്യമില്ല. യേശുവിൽ നിന്ന് ജീവൻ ഉൾക്കൊള്ളാതെ വണ്ണം, യേശുവിൽ നിന്ന് ജനനം പ്രാപിക്കാതെ, അഥവാ ആത്മാവിൽ നിന്ന് ജനനം പ്രാപിക്കാതെ ഇത് ജീവിക്കാൻ പരിശ്രമിക്കുന്നത് ഒരു പാഴ്വേലയാണ്. അയാൾ നിരാശനായി പോകണം. കാര്യം ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ല. പ്രത്യുത ഉയരത്തിൽ നിന്ന് ജനനം പ്രാപിച്ച, ആത്മാവിൽ ജനിച്ച ഒരു ക്രിസ്തു ശിഷ്യന് വേണ്ടി അവൻ്റെ ജീവിത ശൈലി എന്താണ്, അവൻ്റെ ജീവിത രീതി എന്താണ് എന്ന് പഠിപ്പിക്കുന്നതായ കാര്യമാണ് ഗിരിപ്രഭാഷണം. അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം കാണുന്നത്, Blessed are the poor in spirit, for theirs is the kingdom of God. Blessed are those who mourn, for they shall be comforted. Blessed are the meek, for they shall inherit the earth.
Blessed are those who hunger and thirst for righteousness, for they shall be satisfied. Blessed are the merciful, for they shall obtain mercy. Blessed are the pure in heart, for they shall see God. Blessed are the peacemakers, for they shall be called the sons of God. Blessed are those who are persecuted for the righteousness' sake, for theirs is the kingdom of God. Blessed are you when men revile you and persecute you and utter all kinds of evil against you falsely on my account. സുവിശേഷ നിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, എന്നാൽ ഇപ്പോൾ എൻ്റെ നിമിത്തം നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, ഫോർ യുവർ റിവാർഡ് ഈസ് ഗ്രേറ്റ് ഇൻ ഹെവൻ, ഫോർ സോ മെൻ പെർസിക്യൂട്ടഡ് ദ പ്രോഫറ്റ്സ് ഹു വെയർ ബിഫോർ യു. ഇവിടെ എല്ലാം അനുഗ്രഹ വചനങ്ങളെ പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവർ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ, യു ആർ ബ്ലെസ്സഡ്. ഭാഗ്യവാന്മാർ എന്നാണ് മലയാളത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഭാഗ്യവാന്മാർ എന്നുള്ള വാക്ക് ഒരു ശരിയായ പദമല്ല. അതിൻ്റെ കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഭാഗ്യവാൻ എന്ന് പറയുന്ന, ഭാഗ്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഭാഗ്യക്കുറിയുടെ കാര്യമാണ്. ഈ ഭാഗ്യക്കുറിയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിന് ചാൻസസ് ഉണ്ട്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു സെലസ്റ്റിയൽ ബ്ലിസ് ആണ്, ഒരു ദിവ്യമായ, ഒരു അനുഗ്രഹീതമായ അവസ്ഥയാണ്. ഒരു സെലസ്റ്റിയൽ അല്ലെങ്കിൽ എന്താണ്, ഒരു ലോകത്തിൽ ലഭിക്കുന്നതായ ഒരു സന്തോഷത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അതിനകത്ത് ഒരു ചാൻസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. ചാൻസ് ഉള്ളപ്പോഴാണ് ഹാപ്പി എന്ന വാക്ക്, ഹാപ്പി എന്ന് പറയുമ്പോഴും അതിനകത്തൊരു ചാൻസ് ഉണ്ട്. ഒത്താലും ഒത്തും ഇല്ല എന്ന് പറയുന്നത് പോലെ ചിലപ്പം സന്തോഷം ഉണ്ടായിരിക്കും, ചിലപ്പോൾ സന്തോഷം ഇല്ലായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. നിങ്ങൾ അനുഗ്രഹീതർ, ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ആ വാക്ക്, ആ ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നത് മക്കാരിയോസ് എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ആ ജോയ് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ചാൻസസ്, അത് കംപ്ലീറ്റ് ആയിട്ട് ചാൻസസിൽ അടങ്ങിയിരിക്കുന്നതല്ല. സാഹചര്യങ്ങൾ ഈ സന്തോഷത്തെ മാറ്റിക്കളയുന്നില്ല. താഴ്ചയിലും സമൃദ്ധിയിലും ഒരുപോലെ സന്തോഷം, കഷ്ടത്തിലും പ്രയാസത്തിലും ഒരുപോലെ സന്തോഷം, പ്രതിസന്ധികളിലും നന്മയിലും ഒരുപോലെ സന്തോഷം. നമ്മുടെ സന്തോഷത്തെ തടുക്കുന്നതായ ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. ഇഫ് യു ആർ എ ട്രൂ ഡിസൈബിൾ, യു ആർ ഓൾവേസ് ബ്ലെസ്സഡ്. നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സന്തുഷ്ടനാണ്, എല്ലായ്പ്പോഴും. അത് ചില സമയത്തേക്ക് മാത്രമായിട്ട് ഉണ്ടാകുന്നില്ല. ശരിക്കും ഫിലിപ്പിയൻസ് 4-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയത് ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ച്, മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്ക് അറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില സമയങ്ങളിൽ യേശു കർത്താവ് പോലും എന്താണ് വളരെ എരിവുള്ളവനായി തീർന്നു. സീൽ, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ദേവാലയം വാണിഭശാലയാക്കിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞു. ഇറ്റ്സ് എ മാർക്കറ്റ് പ്ലേസ്. ജോൺ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതാണ്. എൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ടിരിക്കും, എന്നാൽ നിങ്ങളതിനെ ഒരു മാർക്കറ്റ് പ്ലേസ് ആക്കിയിരിക്കുന്നു. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ കള്ളന്മാരുടെ ഗുഹ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് വാസ്തവത്തിൽ ഒരു വാണിഭശാലയാക്കിയിരിക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിനെ സഹിക്കാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് വാസം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവവചനം നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഈ പ്രസംഗകർ അതിൻ്റെ കോണ്ടെക്സ്റ്റ് വിട്ടിട്ട് ആവശ്യമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ കോട്ടി മാറ്റുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ശരിക്കും ഈ വാക്യം ഉണ്ടല്ലോ, വളരെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാക്യമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വരുന്നതും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും, നമ്മളെ കർത്താവ് ശക്തനാക്കുന്നതുകൊണ്ട് നമുക്ക് കാറ് കിട്ടും, നമുക്ക് വീട് കിട്ടും, നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ കിട്ടും. പക്ഷേ പോൾ അത് പറഞ്ഞ സാഹചര്യം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ, അല്ലെങ്കിൽ അലംഭാവം എന്നുള്ള വാക്ക് വാസ്തവത്തിൽ മലയാളത്തിൽ വളരെ അത്ര നല്ലൊരു വാക്കായിട്ടല്ല നമ്മൾ കാണുന്നത്. പക്ഷേ അവിടുത്തെ വാക്കെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് എന്നുള്ള വാക്കാണ്. സംതൃപ്തിയോടുകൂടെ ഇരിക്കാൻ, സംതൃപ്തിയോടുകൂടി ഇരിക്കാൻ എനിക്കറിയാം. എന്താ, എനിക്ക് ഇപ്പോഴെന്തുണ്ടോ അതിനകത്ത് ഞാൻ സംതൃപ്തനാണ്. അതായത് പൂർണ്ണമായും ഏതവസ്ഥയിലും സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചിലപ്പം വായിക്കുമല്ലോ, തിമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്കുണ്ട്, എന്താണ്, അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു. പക്ഷേ വാക്യം നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോഴത്തേക്ക് അത് ആദായ സൂത്രമാക്കുന്ന ചിലപ്പം വളരെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ചിലർ ഭക്തി ആദായ സൂത്രമാക്കുന്നു. അതൊത്തിരി ഉണ്ട്.
ചിലർ ഭക്തി ആദായ സൂത്രമാക്കുന്നു, എന്നാൽ അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായമാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാക്കണം. അല്ലാതെ അലംഭാവത്തോടു കൂടിയ ഭക്തി ആദായ സൂത്രമാകുന്നതല്ല. അവിടുത്തെ അർത്ഥം എന്താണ്? ചിലർ ഭക്തിയെ എന്താക്കിയിരിക്കുന്നു? ഒരു ബിസിനസ് ആക്കിയിരിക്കുന്നു. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ? ടെലിവിഷൻ തുറന്നാലും, ഇപ്പോൾ ടെലിവിഷൻ പ്രീച്ചിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ അന്നേരം തൊട്ട് കാശ് ചോദിക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. പൈസ ചോദിക്കും, നിങ്ങൾക്ക് പൈസ അതാ, പൈസ അതാ, പൈസ അതാ. ഇതല്ലാതെ വേറെ ഒരു കാര്യവും പറയാനില്ല. എന്തൊരു കഷ്ടമായത്. ഹിന്ദുക്കളായ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സ്വാമിമാരൊക്കെ എത്രയോ ചാനൽ നടത്തുന്നുണ്ട്, അവരാരും കാശ് ചോദിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ചാനൽ തുറന്നാൽ ഉടനെ കാശ് താ കാശ് താന്നാണല്ലോ കാണുന്നത്. നിങ്ങളുടെ ദൈവം ഇത്രയ്ക്കും എന്താ പിന്നെ അവരുപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത്രയ്ക്കും എന്താ വളരെ ദരിദ്രനായ ഒരാളാണോ? ഓരോ സമയത്തും കാശ് താ എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമായ കാര്യമാണ്. അവരെന്ത് ചെയ്യുന്നു? ഭക്തി എന്ത് ചെയ്യുന്നു? ആദായ സൂത്രമാക്കുകയാണ്, ആദായം ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട്. പക്ഷേ പോൾ പറയാണ്, ചിലർ ഭക്തി ആദായത്തിനുള്ള മാർഗമാക്കുന്നു, യഥാർത്ഥത്തിൽ അലംഭാവത്തോടു കൂടിയാന്നവിടെ പറയുന്നത് റിലിജ്യൻ വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ എന്നാണ്. സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ വിലപ്പെട്ടതാകുന്നതാണ്. സംതൃപ്തിയോടുകൂടെ ഭക്തി. വാസ്തവത്തിൽ ഭക്തിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം എന്ത്? സംതൃപ്തി. കണ്ടൻമെൻ്റാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. I used to say I'm a man with contentment. ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ്. I have no regret about my past because my sins are forgiven. I have no ambitions left. എനിക്ക് ഒരു അംബീഷൻസും ബാക്കിയില്ല. എന്ത് അംബീഷൻസ്? എന്താ ഈ ബാക്കി? എനിക്ക് മിനിസ്ട്രിയിലും ഒരു അംബീഷനും ബാക്കിയൊന്നുമില്ല. എന്തോ ആകാനാ? എനിക്ക് ഞാനായാൽ മതിയെന്നേ. എനിക്കിപ്പം ബെന്നിഹീനൊന്നും ആകണ്ട. ബെന്നിഹീനാകാൻ പണ്ടൊക്കെ ആഗ്രഹം ഓരോരുത്തരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബെന്നിഹീനാകാൻ ആർക്കും ആഗ്രഹമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പണ്ട് എല്ലാവരുടെയും ബെന്നിഹീനെ പോലെ ആകാനാണ്. ബെന്നിഹീനെ പോലെ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ കൊണ്ട് ബെന്നിഹീനാകാനൊന്നും അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങളാകാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. കൂടുതലൊന്നും നിങ്ങളാകണ്ട. കൂടുതലാകാൻ പോകുന്നതാണ് എല്ലാ പ്രശ്നവും. ദൈവം നിങ്ങളെ കൊണ്ട് എന്തുദ്ദേശിച്ചിരിക്കുന്നു അതായാൽ മതി. ഞാനൊരിക്കൽ ബോംബെയിൽ വെച്ച് ഒരു യൂത്ത് ക്യാമ്പിന് ഇതിനെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ബെന്നിഹീനാകാനൊന്നും ആഗ്രഹമില്ല. ഇപ്പോഴല്ല, കുറേ വർഷം മുമ്പ്. അതുകൊണ്ട് അവർ ചോദിച്ചു, അതെന്താ ബെന്നിഹീനെ പോലെ ആകാൻ ആഗ്രഹമില്ലാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എത്ര നിശ്ചയിച്ചാലും ഞാൻ ബെന്നിഹീനാകത്തില്ല. അതാ കാര്യമല്ലേ. അപ്പോൾ ആകാൻ പറ്റുമായിരുന്നെങ്കിലോ? ഞാൻ പറഞ്ഞു, എന്നാലും എനിക്കാകണ്ട. അതെന്താ? ഞാൻ പറഞ്ഞു, ദൈവത്തിനൊരു ബെന്നിഹീനെ മതി. എനിക്ക് ബെന്നിഹീനാകാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതേ ശക്തിയോടുകൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം, ബെന്നിഹീൻ സാജു ആകത്തില്ല. അതെന്താ? ബെന്നിഹീന് സാജു ആകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാര്യം സാജു യുണീക്കാണ്, ബെന്നിഹീൻ യുണീക്കാണ്. ദൈവത്തിൻ്റെ കയ്യിലില്ലാത്തൊരു മെഷീനുണ്ട്, ഫോട്ടോ കോപ്പി മെഷീൻ. നമുക്കൊക്കെ ഫോട്ടോ കോപ്പിങ്ങാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. എന്നാണ് ഒരാളെ പോലെ ആകുക, അതിൻ്റെ ഒരു സെറോക്സ് കോപ്പി എടുക്കുക. പക്ഷേ ദൈവം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ സെറോക്സ് എടുക്കുന്നില്ല. ദൈവം എപ്പോഴും ഒറിജിനലാണ് സൃഷ്ടിക്കുന്നത്, എപ്പോഴും ഒറിജിനൽ. നിങ്ങളെപ്പോലെ വേറൊരാളില്ല. അവൻ്റെ ഒരു ഫോട്ടോ കോപ്പിങ് മെഷീൻ ഇല്ല. നിങ്ങൾ വേറൊരാളാകാൻ ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ യുണീക്കാണ്. നിങ്ങളിൽ തന്നെ നിങ്ങളുടെ കോളിംഗ്, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതായ ടാലൻസ്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ, ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഒറിജിനലാണ്. ഇറ്റ് ഈസ് ഒറിജിനൽ. വേറെ ആരും ആകേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴാണ് സംതൃപ്തനാകുന്നതെന്നറിയാമോ? ഞാൻ വേറൊരാളാകുമ്പോഴല്ല, ഞാൻ സംതൃപ്തനാകുന്നത് ഞാനാകുമ്പോഴാണ്. അതുകൊണ്ട് എനിക്കൊരു അംബീഷൻസും ബാക്കിയില്ല. ഐ ആം എ മാൻ വിത്ത് കണ്ടൻമെൻറ്റ്. ഞാൻ വളരെ സംതൃപ്തനായ മനുഷ്യനാണ്. എനിക്ക് ഉള്ളത് കൊണ്ടൊന്നും തന്നെയല്ല, ഞാൻ എന്താണോ അത് മതി എനിക്ക് വേറെ ഒന്നുമില്ല. നാളെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോ അങ്ങനെയുള്ളൊരു മോഹമോ ഒന്നും എൻ്റെ കയ്യിലില്ല. എന്തിന്? ഇന്ന് ഞാൻ യേശുവിനെ അനുസരിച്ച് നടന്നു, കർത്താവ് പറഞ്ഞ് അനുസരിച്ചിട്ടുണ്ടെന്നാണ് അതാണ് എനിക്ക് ഇത്രയും 35 വർഷമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. 35 വർഷമായിട്ടെങ്കിലും മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആണ്. ആകെയുള്ള ബോസ്റ്റിംഗ്, പോൾ പറയുന്നത് പോലെ, എൻ്റെ പ്രശംസ പോയി പോകുന്നതിനേക്കാൾ എനിക്ക് മരിക്കുന്നത് നല്ലെന്ന് പറഞ്ഞ പോലെ ആകെയുള്ള ബോസ്റ്റിംഗ് ഇത്രയേ ഉള്ളൂ. ഐ വാസ് ഓൾവേസ് ഒബീഡിയൻറ്റ് ടു ദ ഹെവൻലി കോൾ. കർത്താവ് എന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തൊരു വലിയ വിജയമായിരുന്നോ എനിക്കറിയത്തില്ല. ബട്ട് ഐ ഓൾവേസ് വാണ്ടഡ് ടു ബി ഒബീഡിയൻറ്റ്. അതിന് ഞാൻ ഒത്തിരി ഫ്ലെക്സിബിളായിരുന്നു. ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിർത്തിയിട്ടുമുണ്ട്. തുടങ്ങാൻ പലർക്കും എളുപ്പമാണ്, നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇല്ലേ? ദൈവം നിർത്താൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിർത്തിയിട്ടുമുണ്ട്. അതിക്കുള്ള കാര്യമൊന്നുമില്ല, എനിക്ക് വേണ്ടതാനും അതിക്കുള്ള വേണ്ട. എനിക്ക് ഒരു കാര്യത്തിലും യാതൊരു രീതിയിലും എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളുമില്ല, മോഹങ്ങളുമില്ല, അങ്ങനത്തെ കാര്യങ്ങളുമില്ല. കാര്യം എൻ്റെ സ്വപ്നങ്ങൾക്ക് എന്താ പ്രസക്തി? എനിക്ക് സ്വപ്നം കാണാൻ പോലും അറിയാൻ വയ്യാത്ത വ്യക്തിയാണല്ലോ. പലരും പറയും, നിനക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, നിനക്കൊരു സ്വപ്നം. പ്രവാചകന്മാർക്കൊന്നും പറയും, നിങ്ങളുടെ സ്വപ്നം.
നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വന്യമോഹങ്ങൾ, അത് തന്നെ എന്തൊരു പ്രശ്നമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ കാതലായ തത്വമാണ് മോഹിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത്. പ്രവാചകൻ വന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ മോഹിച്ചോളാനാണ്. എന്തൊരു കഷ്ടമാണ്. അവിടെയൊക്കെയാണ് വാസ്തവത്തിൽ ദൈവവചനത്തെ ആളുകൾ കോട്ടിമാട്ടമുണ്ടാക്കുന്ന സങ്കടമെന്ന് പറയുന്നത്. ബൈബിളിൻ്റെ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും വേദപുസ്തകത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണെന്ത്? മോഹിക്കരുത്. പക്ഷേ പ്രവാചകൻ വന്നിട്ട് എന്താ നിങ്ങളോട് പറയുന്നത്? ഇഷ്ടംപോലെ മോഹിച്ചോളാനാണ്. നിങ്ങളുടെ വന്യമായ മോഹങ്ങളെല്ലാം നിർവഹിക്കാൻ ഇന്ന് രാത്രി കർത്താവ് വന്നിട്ടുണ്ട്. മോഹം എന്താണ്? അത് പറ. എനിക്കെന്താ അറിയാമെന്ന്? എനിക്ക് മോഹിക്കാൻ പോലും അറിയത്തില്ല. എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കാണാനാണ് പറയുന്നത്. എനിക്ക് എത്രത്തോളം സ്വപ്നം കാണാൻ പറ്റും? എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളല്ല പ്രധാനം. ദൈവത്തിന് എന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, അതാ പ്രധാനം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആത്മീകരാണെങ്കിൽ കർത്താവിനോട് ചോദിക്കണം, കർത്താവേ എന്താണ് എന്നെക്കുറിച്ചുള്ള നിൻ്റെ സ്വപ്നം? അല്ലാതെ എൻ്റെ സ്വപ്നവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതല്ല. എൻ്റെ സ്വപ്നങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം. പക്ഷെ അതല്ല പ്രധാനം. പ്രാർത്ഥന എന്ന് പറയുന്നത്, ഉപവാസം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണോ അതനുസരിച്ച് ജീവിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ദൈവസന്നിധിയിൽ ഉപവസിക്കേണ്ടതും. അല്ലാതെ എൻ്റെ വന്യമായ സ്വപ്നങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല. ദാറ്റ്സ് ദ ബിഗസ്റ്റ് തിങ്. അപ്പോൾ ഐ ആം എ മാൻ വിത്ത് കണ്ടൻമെൻറ്റ്. ഞാൻ സംതൃപ്തനായ മനുഷ്യനാണ്. ഐ ഹാവ് നോ റിഗ്രറ്റ് അബൌട്ട് മൈ പാസ്റ്റ്. ഐ ഹാവ് നോ അംബിഷൻസ് ലെഫ്റ്റ്. I have no fear about my future because I walk with God, I talk to God. Jesus is not a religious idea to me, he is a reality. ഞാൻ കർത്താവിനെ അനുഭവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, when I die, it doesn't make any big difference in my life. ഞാൻ മരിക്കുമ്പോഴത്തേക്ക് വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. Of course, I'll be with God. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ നമ്മൾ മുഖാമുഖമായി കാണും. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നുണ്ട്, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ കർത്താവിനെ കാണുന്നുണ്ട്. പക്ഷെ ഒരു ഡിം മിററിലെ പോലെ ആയിരിക്കും ഞാൻ കാണുന്നത്. എങ്കിലും കർത്താവ് വരുമ്പോഴും എനിക്കുണ്ടാകുന്ന ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണതയുടെ സ്റ്റേജിലേക്ക് വളരുന്നു എന്നുള്ളതല്ലാതെ വേറെ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് അതാണ് വാസ്തവത്തിൽ ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും അവസ്ഥകളുമായി ബന്ധപ്പെട്ട് ചാൻസ് ഉണ്ടാക്കുന്ന ഒരു ചാൻസിനനുസരിച്ച് സാധ്യതകൾ. പോൾ പറയുന്നത് അങ്ങനല്ല. ഐ എം കണ്ടൻറ്റ് വിത്ത് വാട്ട് ഐ ഹാവ് ആൻഡ് വാട്ട് ഐ ആം. ഞാൻ താഴ്ചയിലിരിക്കാനും ഉള്ള അവസ്ഥയിൽ സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. അലംഭാവത്തോടെ എന്നുള്ള വാക്ക് നിങ്ങൾ മാറ്റുക. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അലംഭാവം എന്ന് പറയുന്നത് കറക്റ്റാണ്. പക്ഷേ നമ്മൾ ഒത്തിരി കാലമായിട്ട് ഉപയോഗിക്കാത്ത ഒരു ഭാഷ ആയതുകൊണ്ട് നമുക്ക് അല്പം പ്രയാസം തോന്നുന്നുള്ളതേ ഉള്ളൂ. കറക്റ്റ് വേർഡാണ്, ട്രാൻസ്ലേഷൻ തെറ്റൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ വ്യവഹാര തലത്തിലെ വ്യാവഹാരിക നിലയിൽ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കല്ല അലംഭാവം. അലംഭാവം എന്ന് കെയർലെസ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ വാക്കിനൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ അർത്ഥം. എന്താണ്? സംതൃപ്തനായിരിക്കുക, കണ്ടൻറ്റ്. യു നീഡ് ടു ബി കണ്ടൻറ്റ് വിത്ത് വാട്ട് യു ഹാവ്. അതാണ് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ, സംതൃപ്തിയോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്താ അവിടുത്തെ അർത്ഥം? അവിടെ പറയുന്നത് കാശുള്ളപ്പോൾ ജീവിക്കാനും ദൈവം എന്നെ ശക്തനാക്കിയിട്ടുണ്ട്. പക്ഷേ കാശില്ലാതെ പട്ടിണി കിടക്കാനും, അതാ വിശന്നിരിക്കാനും പറയുന്നത്, പട്ടിണി കിടക്കാനും ആവശ്യമായ ശക്തി അവൻ എന്നെ ശക്തീകരിക്കുന്നെന്നാണ്. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥത്തിൻ്റെ നേരെ വിപരീതമല്ലേ നമ്മൾ പാട്ട് പാടുമ്പോൾ ഓർമ്മ വരുന്നത്? എന്താണ് പോൾ പറയുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ പട്ടിണി കിടക്കും. അങ്ങനെയാണോ നമ്മൾ പാടുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നാണ് നമ്മൾ പാടുന്നത്? അല്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ എല്ലാത്തിനെയും കീഴടക്കും, എല്ലാവരെയും എൻ്റെ കാൽ കീഴെയാക്കും, എൻ്റെ സഭയിലെ എല്ലാവരേക്കാളും വലിയ കാറ് ഞാൻ വാങ്ങിക്കും. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് പ്രോബ്ലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനം നമ്മൾ പഠിക്കുമ്പോഴും ദൈവവചനത്തിലെ പാട്ടുകൾ ദൈവവചനം അനുസരിച്ച് പാടുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല? വികലമായ ചിന്തകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. പോൾ പറയുന്ന ഇതാണ് കറക്റ്റ്. എന്താണ്? എൻ്റെ ബ്ലെസ്സഡ്നെസ്, എൻ്റെ അനുഗ്രഹീത അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ താഴ്ചയും സമൃദ്ധിയും അനുസരിച്ച് മാറി മറിയുന്നതല്ല. എൻ്റെ താഴ്ചയിലും എൻ്റെ സമൃദ്ധിയിലും, എൻ്റെ വിശപ്പിലും എൻ്റെ ബുദ്ധിമുട്ടിലും എല്ലാം അവൻ എന്ത് ചെയ്യുന്നു? അവൻ എന്നെ അതിലെല്ലാം സംതൃപ്തിയോടെ ഇരിക്കാൻ ദൈവം എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ശക്തീകരിച്ചിരിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് വിശക്കാനും അറിയാം, എനിക്ക് കഴിക്കാനും അറിയാം.
ഒരു ഡിഫറൻസും ഉണ്ടാകുന്നില്ല. എൻ്റെ ബ്ലെസ്സഡ്നെസ്സിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. 2 ദിവസം അടുപ്പിച്ച് കഴിച്ചാലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. പലർക്കും ഉള്ള പ്രശ്നം, പലപ്പോഴും ഉള്ള പ്രശ്നം എന്നറിയാമോ? ചിലർക്ക് താഴ്ചയിലിരിക്കാൻ നന്നായിട്ട് അറിയാം, പക്ഷേ സമൃദ്ധിയിലിരിക്കാൻ ഒട്ടും അറിയത്തില്ല. അതുകൊണ്ട് പട്ടിണിയുള്ളപ്പം ഭയങ്കര എന്താണ് ദൈവാശ്രയവും ദൈവത്തോട് ഭയങ്കര ഇത്, പക്ഷേ ഇച്ചിരി എന്തെങ്കിലും കൈ കിട്ടി കഴിയുമ്പോഴത്തേക്ക് എന്താകും? ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ദാരിദ്ര്യത്തിൽ ആത്മീകരായിരിക്കാൻ പലർക്കും അറിയാം, പക്ഷെ സമൃദ്ധിയിൽ ആത്മീകരായിരിക്കാൻ അതും പഠിച്ചാലേ പറ്റുള്ളൂ. പലപ്പോഴും പിശാച് ചെയ്യുന്നൊരു കാര്യം എന്നറിയാമോ? ദാരിദ്ര്യത്തിലിരിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു? പലപ്പോഴും അവന് ദാരിദ്ര്യത്തിലിരുന്നാൽ ഇവൻ ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത് കൊണ്ട് പലപ്പോഴും ദാരിദ്ര്യം മാറ്റിയിട്ട് സമൃദ്ധി കൊടുക്കുന്നതും പിശാചായിരിക്കും. കാരണം പിശാചിനെ നമുക്ക് അല്പം സമൃദ്ധി തരുന്നതിനകത്ത് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ പിശാചിന് ഒറ്റ ആഗ്രഹമുള്ളൂ, വല്ല വിധേനയും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളത്. ദൈവത്തിൽ നിന്ന് അകറ്റാൻ സമൃദ്ധി കാരണമാണെങ്കിൽ അവനത് തരാൻ എന്താ പ്രയാസം? ഒരു പ്രയാസമില്ല. അപ്പോൾ അതുകൊണ്ട് സമൃദ്ധിയെല്ലാം ദൈവത്തിൽ നിന്നും ദാരിദ്ര്യമെല്ലാം പിശാചിൽ നിന്നുമാണെന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിലും. കാരണം ആത്യന്തികമായി പിശാചിൻ്റെ ഇഷ്ടം, ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുക, നമ്മുടെ സംതൃപ്തിയെ എടുത്തു കളയുക, നമ്മുടെ സംതൃപ്തിയെ, നമ്മുടെ സമാധാനത്തെ എടുത്തു കളയുക. പിശാചിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ പിശാച് വരുന്നില്ല. അവനൊരു റോബറാണ്. പിശാച് ആദ്യം മോഷ്ടിച്ച് കളയുന്ന കാര്യം എന്നറിയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം മോഷ്ടിക്കുവൻ, പക്ഷേ ആദ്യം മോഷ്ടിക്കുന്നത് നമ്മുടെ സംതൃപ്തിയാണ്. ആദ്യം മോഷ്ടിക്കുന്നത് നമ്മളെ എങ്ങനെയും അസംതൃപ്തനാക്കാനാണ് എപ്പോഴും പിശാച് നോക്കുന്നത്. ഫ്രാൻസിസ് ഷിഫർ പറഞ്ഞൊരു വാചകമുണ്ട്, വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. നിങ്ങൾ നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങൾ ആത്മീകനാണെന്ന്. കാര്യം നന്ദിയുള്ളവൻ എപ്പോഴും എങ്ങനെയുള്ളവനായിരിക്കും? സംതൃപ്തനായിരിക്കും. സംതൃപ്തിയിൽ നിന്നാണല്ലോ നമ്മൾ നന്ദി ഉണ്ടാകുന്നത്. വെൻ യു ആർ കണ്ടൻറ്റ് യു ആർ താങ്ക്ഫുൾ, വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. അപ്പോൾ അതുകൊണ്ട് പിശാച് എപ്പോഴും ചിന്തിക്കുന്നത് എന്തറിയാമോ? എങ്ങനെ നമ്മളിൽ അസംതൃപ്തി വിതറാമെന്നാണ്. അവൻ കുടുംബജീവിതത്തിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ ജോലിയുടെ സാഹചര്യങ്ങളിലും നമ്മുടെ സഭയുടെ സാഹചര്യങ്ങളിലും എല്ലാം അവൻ കൊണ്ടുപോയി വിതറുന്ന ആദ്യത്തെ അവൻ്റെ വിത്തെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണ്? അസംതൃപ്തിയാണ്. അതുകൊണ്ട് പോൾ പറയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ അനുഗ്രഹത്തെ മാറ്റിക്കളയുന്നില്ല. ആർക്കും എടുത്തു കളയാൻ പറ്റാത്തതായ സന്തോഷമാണ്, ആർക്കും എടുത്തു കളയാൻ വയ്യാത്തതായ അനുഗ്രഹമാണ്. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഈ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് ലഭിക്കുന്നത് ചുമ്മാ കിട്ടുകയല്ല. എപ്പോഴാണെന്നറിയാമോ? എല്ലാത്തിനും സ്തോത്രം ചെയ്യുമ്പോഴാണ് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങളുടെ സ്വന്തമാകുന്നത്. എല്ലാത്തിനായും സ്തോത്രം ചെയ്യുന്ന ഒരു സ്റ്റേജ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വി നീഡ് ടു ബി താങ്ക്ഫുൾ. സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. എന്താണ് സ്തോത്രം ചെയ്യാന്ന് പറഞ്ഞാൽ? സ്തോത്രം എന്ന് പറയുന്നതല്ല. പ്രതി എന്താണ് സ്തോത്രം എന്ന് പറയുന്നത്? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദിയാണ് നമ്മുടെ സ്തോത്രം. അപ്പോൾ ആ നന്ദിയാണ് നമ്മളെ സംതൃപ്തരാക്കാൻ കഴിയുന്നത്. ആ സംതൃപ്തിയാണ് നമുക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നൽകുന്നത്. എന്താണ് സകല ബുദ്ധിയെയും കവിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റുള്ള ലോകബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായ സമാധാനം. ലോകത്തിലുള്ളവൻ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇവന് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നത്തുള്ളൂ. യഥാർത്ഥത്തിലുള്ള സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈവൻ വെൻ യു ആർ ഫേസിങ് എ ലോട്ട് ഓഫ് ട്രബിൾസ് ആൻഡ് ട്രയൽസ്, യുവർ ഫേസ് ഈസ് ദ സെയിം. അത് അഭിനയമാകരുത്. ചിലർ അങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൃദയത്തിൽ വിങ്ങിപ്പൊട്ടുമ്പോഴും നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, നമുക്ക് അങ്ങനെ വല്ലതും കരയാൻ പറ്റുമോ ബ്രദറേ? അങ്ങനെ കരഞ്ഞാൽ അതുകൊണ്ട് പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ വല്ലതും കരയാൻ പറ്റുമോ ബ്രദറേ എന്ന് ചോദിച്ചാൽ ആരും കരയാതൊന്നും ഇരിക്കണ്ട. കരച്ചിൽ വരികയാണെങ്കിൽ കരയണം, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര കള്ളമാണ് കാണിക്കുന്നത്, അല്ലേ? ഇഫ് യു ഫീൽ ക്രൈ, യു ജസ്റ്റ് ക്രൈ. കരയാൻ തോന്നുന്നെങ്കിൽ കര. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിത്വത്തിൽ യേശു കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ഫ്രീഡമാണ്, സ്വാതന്ത്ര്യം. എനിക്ക് കരയാനും സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. എനിക്ക് കരച്ചിൽ വരുന്നു, ഞാൻ കരഞ്ഞു, അതിനെന്നാ? ഞാൻ അഭിനയിക്കുന്നില്ല. കരയുന്നതിനേക്കാൾ കഷ്ടമാണ് അഭിനയിക്കുന്നത്. അതിനകത്ത് പിന്നെ ദൈവനാമം ദൂഷിക്കപ്പെടുമെന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അഭിനയിച്ചാലാണ് വാസ്തവത്തിൽ ദൈവനാമം ദൂഷിക്കപ്പെടുന്നത്.
ഫ്രാൻസിസ് ഫണ്ടൻ്റെ ഒരു വാക്കുണ്ട്, the world is not, maybe the world is not expecting a perfect church, but the world is expecting a real church. ഒരുപക്ഷെ ലോകം നമ്മളിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പെർഫെക്റ്റ് ചർച്ച് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റിയൽ ചർച്ചിനെയാണ്. റിയൽ, വി നീഡ് ടു ബി റിയൽ. ദൈവം എക്സ്പെക്ട് ചെയ്യുന്നൊരു പെർഫെക്റ്റ് ചർച്ചാണ് കേട്ടോ, അതിന് സംശയമൊന്നുമില്ല. ഗാഡ് എക്സ്പെക്ട് എ പെർഫെക്റ്റ് ചർച്ച്, നോ ഡൗട്ട്. പക്ഷേ ലോകം നമ്മളിൽ നിന്ന് മാക്സിമം പ്രതീക്ഷിക്കുന്ന എന്തേ ഉള്ളൂ? റിയൽ. ആൻഡ് എ റിയൽ ചർച്ച് ഈസ് എ പെർഫെക്റ്റ് ചർച്ച്. ഇഫ് യു ആർ റിയൽ ഓർ ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ്, ഫസ്റ്റ് തിങ് യു നീഡ് ടു പ്രാക്ടീസ് ഇറ്റ് ഈസ് ബിക്കമിങ് റിയൽ. നമ്മൾ യാഥാർത്ഥ്യ ബോധമുള്ളവരാകുക, ഫ്രീഡം അനുഭവിക്കുക, ശരിയായിട്ടുള്ള ഫ്രീഡം. അഭിനയം ഉണ്ടാകാൻ പാടില്ല. പോളത പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഐ ഹാവ് പ്രാക്ടീസ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത്, ഞാൻ ശീലിച്ചിട്ടുണ്ട്. അത് ശീലിക്കുകയാണ്, അല്ലാതെ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന കാര്യമല്ല. ശീലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വിശന്നിരുന്നപ്പോൾ പലപ്പോഴും പോളിന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ്. അന്ന് പോളിനത് പറയാൻ പ്രയാസമില്ല, ശരിക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിനെന്താ? അപ്പോൾ പോളും ഒരു പക്ഷേ വിശന്നിരുന്നപ്പോൾ ആദ്യമൊക്കെ പ്രയാസം ഉണ്ടായി കാണും. പക്ഷേ പോൾ പറയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശീലിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും ശീലിച്ചിട്ടുണ്ട്. എങ്ങനെ ശീലിച്ചു? എൻ്റെ സ്വാഭാവികതയിലല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും താഴ്ചയിലിരിപ്പാനും ഉയരത്തിലിരിപ്പാനും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശീലിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ബ്ലെസ്സഡ്നെസ് ചാൻസസിലല്ല, അല്ലെങ്കിൽ ഭാഗ്യമല്ല, പ്രത്യുത അനുഗ്രഹമാണ്. അത് കടത്തിനും അപകടത്തിനും മാറ്റിമറിക്കാൻ പറ്റാത്തതായ, എടുത്തു കളയാൻ പറ്റാത്തതായ ഒരു സന്തോഷമാണ്. ഉപദ്രവത്തിനും പട്ടിണിക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. ക്യാൻസറിനും പരാജയങ്ങൾക്കും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷമാണ്. ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷിക്കാൻ ആർക്കാണ് പറ്റുന്നത്? നാച്ചുറലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബട്ട് വെൻ യു നോ ദാറ്റ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഗാഡ്, then you are blessed. പക്ഷേ ക്യാൻസർ വന്ന ഒരാളോട് യു ആർ എ ബ്ലെസ്സഡ് പേഴ്സൺ എന്ന് പറയാൻ പറ്റുമോ? പോയി അവിടെയാണ് ഞാൻ പറഞ്ഞത്, യേശു കർത്താവ് പറഞ്ഞ ഈ ബ്ലെസ്സഡ്നെസ്സിനെ കുറിച്ചുള്ള ഒരു വാക്കും എന്താ, ലോകത്തിന് ചെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ശപിക്കപ്പെട്ടവർ എന്ന് പറയേണ്ടവരാണ് യേശു കർത്താവ് അനുഗ്രഹീതർ എന്ന് പറയുന്നത്. ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, മോങ്ങിക്കരയുന്നവർ ഭാഗ്യവാന്മാർ, എന്താണ്, മിണ്ടാതെ സൗമ്യരായി നടക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങളെക്കുറിച്ച് ആളുകളെല്ലാം പള്ളു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പേഴ്സൺ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു സാധാരണ മനുഷ്യനത് മനസ്സിലാക്കാൻ പോലും കഴിയത്തില്ല. പക്ഷേ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ്. ദൈവരാജ്യത്തിൻ്റെ സിറ്റിസൺസ്, അതൊരു വലിയ അനുഗ്രഹം. ദേ ഷാൽ പൊസസ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദേ ഷാൽ ബി കംഫർട്ടഡ് ആൻഡ് ദേ ഷാൽ റിസീവ് റെസ്റ്റ്, ദേ ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്, ദേ വിൽ ബി സാറ്റിസ്ഫൈഡ്, ദേ ഷാൽ റിസീവ് മേഴ്സി, they shall see God, they shall be called as the children of God, they shall be rewarded in heaven. അത് ഇവിടെ അവർക്ക് ആ ദൈവരാജ്യത്തിലേക്ക് കടന്ന വ്യക്തികളുടെ അവസ്ഥയാണ്. അല്ലാതെ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുമെന്നുള്ളതല്ല. ഈ ബിയാറ്റിറ്റ്യൂഡ്സ് അവിടെ പറയുന്നത് ബ്ലെസ്സഡ് ആർ എന്ന് പറയുന്ന ഭാഗത്ത് KJVയിൽ ആർ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം. അത് ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്നത്. ഇറ്റാലിക്സിൽ എഴുതിയിരിക്കുന്ന പല ഭാഗങ്ങളും ആ വാക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് റൈറ്റർ കൊടുത്തിരിക്കുന്ന അഡീഷണൽ വേർഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതിനകത്ത് ആർ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഇല്ല. ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദ പുവർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു എക്സ്ക്ലമേഷനാണ് വാസ്തവത്തിൽ. നമ്മൾ പറയുന്ന എന്താണ്, ഒരു ആശ്ചര്യചിഹ്നം കൊടുത്ത് എഴുതേണ്ടതായ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓ ഈ ദരിദ്രൻ്റെ ഒരു ഭാഗ്യാവസ്ഥയെ, അവൻ്റെ അല്ലയോ ദൈവരാജ്യം എന്നൊക്കെ എഴുതിയാൽ അങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് വാസ്തവത്തിൽ ആ വാക്യം ശരിക്കും അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ. ഈ ദരിദ്രൻ്റെ ഒരു ഭാഗ്യാവസ്ഥയെ, ഹോ അവൻ്റെ അല്ലയോ ദൈവരാജ്യം. ഇതാണ് ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ സാംസിലാണെങ്കിലും സാംസ് 1:1 വായിക്കുമ്പോഴത്തേക്ക് ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദ മാൻ ഹൂ വാക്കത്ത് എന്ന് പറഞ്ഞ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദ മാൻ ഹൂ വാക്കത്ത് ഓർ വാക്കത്ത്, നടക്കുന്നവൻ. അവിടെ എന്താണ്, നമ്മൾ ഈ ആഷർ എന്ന് പറയുമല്ലോ, അഷർ എന്ന് പറയുമ്പോഴത്തേക്ക് ജോയ്ഫുൾ, അവൻ്റെ ജോയ്, അവൻ്റെ ആ സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സെലിബ്രേഷനാണ്. ഒരു നോർമൽ സന്തോഷമല്ല. എന്താണ്,
ഒരു സെലിബ്രേഷനാണ്, വലിയൊരു ഉത്സവമാണ്, ഒരു ഒരു എന്താ സംതിങ് ലൈക്ക് ഇപ്പോഴനുഭവിക്കുന്ന ഒരു സന്തോഷമാണ്. ബിയാറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ബിയാറ്റിറ്റ്യൂഡ്സ് ആർ നോട്ട് പയസ് ഹോപ്സ് ഓഫ് വാട്ട് ഷാൽ ബി, ദേ ആർ നോട്ട് ഗ്ലോവിങ് ബട്ട് നെബുലസ് പ്രോഫസീസ് ഓഫ് സം ഫ്യൂച്ചർ ബ്ലിസ്. വരുന്ന കാലത്തേക്കുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് സ്റ്റേജിൽ തന്നെ അനുഭവിക്കുന്നതായ ഒരു കാര്യമാണ്. അതായത് ഒരു സംതിങ് ലൈക്ക് ദേ ആർ കൺഗ്രാജുലേഷൻസ് ഓൺ വാട്ട് ഈസ്. ഇപ്പോൾ എന്താണോ അതിനകത്തുള്ള ഒരു അഭിനന്ദനമാണ്. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ദരിദ്രരായ നിങ്ങൾക്ക് കുറേ കാലം ദരിദ്രരായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദൈവരാജ്യം കിട്ടുമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഈ ദൈവരാജ്യം നിങ്ങളൊന്ന് സന്തോഷത്തോടൊന്ന് അല്ലെങ്കിൽ ഈ ദാരിദ്ര്യം നിങ്ങൾ അങ്ങ് സഹിക്കുക എന്നല്ല. ദാരിദ്ര്യം അവിടെ എന്തല്ല, ഒരു സഹനം എന്ന നിലയിലല്ല. ഈ ഭാഗം വായിക്കുമ്പോൾ അതിനകത്ത് ശരിക്കും ഭാവിയിലെ പല വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഭാവിയിലെ വാഗ്ദാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭാവിയിൽ എന്നോ കിട്ടിയേക്കാവുന്ന ഒരു മഹത്വമല്ല, ഇവിടെ തന്നെ ലഭിക്കുന്നതായ ഒരു സ്വർഗീയ മഹത്വമാണ്. എന്നാൽ അതിവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, അതെന്ത് ചെയ്യുന്നതാണ്, തുടരുന്നതായ ഒരു അനുഗ്രഹം എന്ന നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ഓ ദ ബ്ലെസ്സഡ്നെസ് ഓഫ് ദ പുവർ ഇൻ സ്പിരിറ്റ്.